നമസ്കാരം. പ്രമേഹം. എന്താണ് പ്രമേഹം? ലക്ഷണങ്ങൾ. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് പ്രമേഹം. പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണായ ഇൻസുലിന്റെ പ്രവർത്തനക്ഷമത കുറയുന്നതുകൊണ്ടോ ഇൻസുലിന്റെ ഉൽപ്പാദനം മന്ദീഭവിക്കുകയോ ചെയ്യുമ്പോഴാണ് പ്രമേഹം ഉണ്ടാകുന്നത്. 99% ആളുകളിലും കണ്ടുവരുന്നത് ടൈപ്പ് 2 പ്രമേഹമാണ്. പ്രായമുള്ളവരിലാണ് പാരമ്പര്യ സ്വഭാവമുള്ള ടൈപ്പ് 2 പ്രമേഹം കാണപ്പെടുന്നത്. ഇങ്ങനെയുള്ളവരിൽ ഇൻസുലിന്റെ പ്രവർത്തനക്ഷമത കുറയുന്നതാണ് പ്രമേഹത്തിന് കാരണം. ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയും മരുന്നുകൾ കഴിച്ചും ആവശ്യമെങ്കിൽ ഇൻസുലിൻ കുത്തിവെച്ചും പ്രമേഹം നിയന്ത്രിക്കാം. 40 വയസ്സ് കഴിഞ്ഞുള്ള മിക്കവരിലും അമിതവണ്ണം, വ്യായാമക്കുറവ്, പാരമ്പര്യം എന്നിവ മൂലം പ്രമേഹത്തിന് സാധ്യതകളേറെയാണ്. മാതാപിതാക്കൾക്ക് പ്രമേഹമുണ്ടെങ്കിൽ കുട്ടികൾക്ക് വരാനുള്ള സാധ്യത 90%. എന്നാൽ മാതാപിതാക്കളിൽ ഒരാൾക്ക് മാത്രമാണെങ്കിൽ കുട്ടികൾക്ക് വരാനുള്ള സാധ്യത 45% കുറയും. അമിത രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ എന്നീ പ്രശ്നമുള്ളവരിലും സാധ്യതയേറെയാണ്. സ്ത്രീകളിൽ ഗർഭാവസ്ഥയിൽ പ്രമേഹ രോഗം കാണപ്പെടാറുണ്ട്. ലക്ഷണങ്ങൾ. പ്രാരംഭദശയിൽ ലക്ഷണങ്ങളൊന്നും തന്നെ കാണുകയില്ല. എന്നാൽ രോഗാവസ്ഥയിൽ മാറ്റമുണ്ടാകുമ്പോൾ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാറുണ്ട്. അമിതമായ വിശപ്പ്, അമിതമായ ദാഹം, അമിതമായി മൂത്രം പോവുക എന്നിവയൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. എത്ര തന്നെ ഭക്ഷണം കഴിച്ചാലും മെലിഞ്ഞിരിക്കുക, മുറിവുണ്ടായാൽ ഉണങ്ങാനുള്ള താമസം, ചർമ്മത്തിലും ജനനേന്ദ്രിയത്തിലും തുടർച്ചയായ ഫംഗസ് ബാധ എന്നിവ പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങളായി പറയപ്പെടുന്നു. കൂടാതെ കൈകാൽ തരിപ്പ്, കാഴ്ചക്കുറവ്, കൈകാലുകളിലും ദേഹത്തും നീര് പ്രത്യക്ഷപ്പെടുക എന്നിവയും ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളിൽ ഒന്നാണ്. ചികിത്സിക്കാതെ നീണ്ടുനിൽക്കുന്ന പ്രമേഹം അപകടകരമാണ്. പ്രമേഹം ചെറിയ ധമനികളെ ബാധിക്കുമ്പോൾ വൃക്കകൾ, നാഡികൾ, കണ്ണ് എന്നിവയുടെ പ്രവർത്തനം തകരാറിലാക്കുന്നു. പ്രമേഹം വലിയ രക്തക്കുഴലുകളെ ബാധിക്കുമ്പോൾ ഹൃദയാഘാതം, പക്ഷാഘാതം, കാലിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടൽ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. കൈകാലിലെ തരിപ്പിനും മരവിപ്പിനും കാരണമാവുകയും കൂടാതെ കണ്ണിലെ കാഴ്ചശക്തിയെയും ബാധിച്ചേക്കാം. പിന്നീട് ശരീരത്തിൽ നീരുകെട്ടുക, മൂത്രത്തിൻ്റെ അളവ് കുറയുക എന്നിവയും ഉണ്ടാകാം. ജീവിതശൈലിയുടെ മാറ്റം കൃത്യമായും ചെയ്യേണ്ടതാണ്. പ്രമേഹത്തെ നിയന്ത്രിക്കാൻ മരുന്നുകൾ വേണ്ടിവരും. മരുന്നുകൾ ഉപയോഗിച്ചിട്ടും ഫലം കിട്ടാതെ വരുമ്പോഴാണ് ഇൻസുലിനിലേക്ക് കടക്കുന്നത്. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.